ഒരു മനുഷ്യൻ തന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസരം മുന്നിലുണ്ടായിട്ടും എന്നേക്കാൾ ആ മനുഷ്യന് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഒരു തടവുകാരനെ മരണത്തിലേക്ക് അയക്കാൻ നാസികൾ തീരുമാനിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ കത്തോലിക്കാ വൈദികനാണ്. എനിക്ക് ഭാര്യയും മക്കളുമില്ല. ആ മനുഷ്യന് പകരം എന്നെ അനുവദിക്കൂ. ആ വാക്കുകൾ പറഞ്ഞത് ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. അതാണ് വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബെ. പിന്നീട് ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിൽ മറ്റൊരാളുടെ ജീവനു വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച ഈ വൈദികൻ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സ്നേഹസാക്ഷികളിൽ ഒരാളായി മാറി. ഇന്ന് നമുക്ക് പരിചയപ്പെടാം മറിയത്തെ സ്നേഹിച്ച ഒരു ഫ്രാൻസിസ്കൻ വൈദികനെ, മാധ്യമ പ്രവർത്തകനായ ഒരു മിഷണറിയെ, നാസിസത്തെ ഭയക്കാതെ സത്യത്തിനു വേണ്ടി നിന്ന ഒരു മനുഷ്യനെ, അവസാനം സ്വന്തം ജീവൻ മറ്റൊരാൾക്കായി നൽകിയ വിശുദ്ധ മാക്സിമിലിയൻ കോൾബയെ. മാക്സിമിലിയൻ കോൾബെ 1894 ജനുവരി 8 പോളണ്ടിലെ സുദൻസ്ക വോൾവ എന്ന സ്ഥലത്ത് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ജൂലിയസ് കോൾബെയും മരിയ കോൾബെയും ആയിരുന്നു. കുടുംബം വലിയ സമ്പന്നരായിരുന്നില്ല, എന്നാൽ അവരുടെ വീട്ടിൽ വിശ്വാസത്തിന് വളരെ വലിയ സ്ഥാനമുണ്ടായിരുന്നു. കുട്ടിയായ മാക്സിമിലിയൻ വളരെ ബുദ്ധിമാനും ആത്മീയമായ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു പ്രശസ്തമായ സംഭവം അദ്ദേഹത്തിൻ്റെ ബാല്യകാലവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ദിവസം അദ്ദേഹം അമ്മയോട് തൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായതായി അദ്ദേഹം വിവരിച്ചു. അവൻ കണ്ടതായി പറഞ്ഞ ദർശനത്തിൽ മറിയം 2 കിരീടങ്ങൾ, ഒന്ന് വെള്ളയും മറ്റൊന്ന് ചുവപ്പും തൻ്റെ മുന്നിൽ വെച്ചതായി പാരമ്പര്യം പറയുന്നു. വെള്ള കിരീടം വിശുദ്ധിയെയും ചുവന്ന കിരീടം രക്തസാക്ഷിത്വത്തെയും സൂചിപ്പിക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. മാക്സിമിലിയൻ രണ്ടും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഒരു യാഥാർത്ഥ്യമായി മാറി. 1910 മാക്സിമിലിയൻ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ പ്രവേശിച്ചു. അവിടെ അദ്ദേഹം മാക്സിമിലിയൻ മരിയ എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം വളരെ മികച്ചതായിരുന്നു. റോമിൽ അദ്ദേഹം പഠിച്ചു. തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. 1918 അദ്ദേഹം വൈദികനായി അഭിഷിക്തനായി. പക്ഷേ പഠനവും ബിരുദങ്ങളും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ലോകത്തെ ക്രിസ്തുവിലേക്കും മറിയത്തിലേക്കും നയിക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യം. 1917 റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാക്സിമിലിയൻ കോൾബെയും ചില സഹപ്രവർത്തകരെയും ചേർന്ന് മിലിറ്റിയ ഇമാക്കുലേറ്റിൻ്റെ സൈന്യം എന്ന ആത്മീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. അവരുടെ ലക്ഷ്യം മനുഷ്യരെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നതായിരുന്നു. കോൾബെ വിശ്വസിച്ചിരുന്നത് മറിയത്തിലൂടെ ക്രിസ്തുവിലേക്ക് എന്നതായിരുന്നു. അദ്ദേഹത്തിന് മറിയത്തോടുള്ള ഭക്തി വെറും ഒരു വികാരമല്ലായിരുന്നു. അത് തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന്
സമർപ്പിക്കാനുള്ള ഒരു മാർഗമായിരുന്നു. മാക്സിമിലിയൻ കോൾബയുടെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനമായിരുന്നു. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി: ഒരു പുരോഹിതൻ പള്ളിയിൽ പ്രസംഗിക്കുന്നതിലൂടെ മാത്രം സുവിശേഷം ദൈവവിശ്വാസികളിലേക്ക് എത്തിക്കാനാവില്ല. അച്ചടി മാധ്യമങ്ങൾ ഉപയോഗിച്ചും സത്യവും വിശ്വാസവും ദൈവജനത്തിലേക്ക് എത്തിക്കാമെന്ന് മാക്സിമിലിയന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു. പോളണ്ടിൽ അദ്ദേഹം സ്ഥാപിച്ച ന്യൂപോക്കാൻവോ അഥവാ സിറ്റി ഓഫ് ദ ഇമാക്കുലേറ്റ് പിന്നീട് വലിയൊരു ഫ്രാൻസിസ്കൻ കേന്ദ്രമായി വളർന്നു വന്നു. അവിടെ ആയിരക്കണക്കിന് ആളുകൾ പ്രവർത്തിച്ചു. പത്രങ്ങളും മാസികകളും ഒരുപാട് അവർ പ്രസിദ്ധീകരിച്ചു. കോൾബെ ആധുനിക ആശയവിനിമയ മാർഗങ്ങളെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായിരുന്നു: മാധ്യമങ്ങൾ ലോകത്തെ മാറ്റാൻ കഴിയും, അതിനാൽ അവ സത്യത്തിനും സുവിശേഷത്തിനും വേണ്ടി ഉപയോഗിക്കണം. കോൾബയുടെ മിഷൻ പോളണ്ടിൽ മാത്രം അവസാനിച്ചില്ല, മറിച്ച് 1930 അദ്ദേഹം ജപ്പാനിലേക്ക് പോയി. ഭാഷയും സംസ്കാരവും വ്യത്യസ്തമായ ഒരു രാജ്യത്ത് അദ്ദേഹം സുവിശേഷ പ്രഘോഷണം ദൈവത്തെ കൂട്ടുപിടിച്ച് മറിയത്തിൻ്റെ കരം പിടിച്ച് ആരംഭിച്ചു. അവിടെ അദ്ദേഹം സൈബോ നോക്കിഷി എന്ന ജപ്പാനീസ് കത്തോലിക മാസിക പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. വളരെ കുറച്ച് വിഭവങ്ങളുമായി തുടങ്ങിയ ഈ പ്രവർത്തനം പിന്നീട് അങ്ങ് വളർന്ന് പന്തലിച്ചു. ജപ്പാനിലെ നാഗസാക്കി നഗരത്തിൽ ഒരു ഫ്രാൻസിസ്കൻ ആശ്രമവും സ്ഥാപിച്ചു. കോൾബെ തൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം തെളിയിച്ചു: ദൈവത്തിൻ്റെ സന്ദേശം അതിരുകളില്ലാത്തതാണ്. ഭാഷ വ്യത്യസ്തമായാലും സംസ്കാരം വ്യത്യസ്തമായാലും മനുഷ്യ ഹൃദയത്തിന് സ്നേഹവും പ്രത്യാശയും ആവശ്യമാണ്. 1939 യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. നാസി ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ച് കീഴടക്കി. പോളണ്ട് ഇരുട്ടിലേക്ക് വീണു. മാക്സിമിലിയൻ കോൾബെയും സഹോദരന്മാരും വലിയ അപകടത്തിലായി. എങ്കിലും അദ്ദേഹം ഭയന്ന് പിൻവാങ്ങിയില്ല. ന്യൂപോൾക്കാനോയിൽ അദ്ദേഹം അഭയാർത്ഥികൾക്കും ആവശ്യക്കാരായ ആളുകൾക്കും സഹായം നൽകാൻ ശ്രമിച്ചു. അദ്ദേഹം യഹൂദരെയും മറ്റ് പീഡിതരെയും സഹായിച്ചുവെന്നതിന് ചരിത്രപരമായ രേഖകളും സാക്ഷ്യങ്ങളും ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. നാസി ഭരണകൂടത്തിന് ഇത് അംഗീകരിക്കാനായില്ല. അപ്പോൾ അവർ എന്താണ് ചെയ്തത്? 1941 ഫെബ്രുവരി 17 നാസി അധികാരികൾ കോൾബയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം പാവിയ ജയിലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് 1941 മെയ് 28 അദ്ദേഹത്തെ ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിലേക്ക് അയച്ചു. അവിടെ തടവുകാരുടെ ജീവിതം മനുഷ്യർക്ക് ചിന്തിക്കാനാവാത്തത്ര കഠിനമായിരുന്നു. വിശപ്പ്, രോഗം, പീഡനം, അപമാനം, മരണം. എന്നിട്ടും കോൾബെ തൻ്റെ വൈദിക ദൗത്യം ഉപേക്ഷിച്ചില്ല. അദ്ദേഹം തടവുകാരെ ആശ്വസിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചു. തനിക്കുള്ള ചെറിയ ഭക്ഷണം പോലും മറ്റുള്ളവരുമായി പങ്കിടുവാൻ തീരുമാനിച്ചു. അവിടെ പോയാലും അദ്ദേഹം ഒരു പുരോഹിതനായി തന്നെ തുടർന്നു. അങ്ങനെ ഇരിക്കെ 1941 ജൂലൈയുടെ അവസാനം ഓഷ്വിറ്റ്സിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു.
അതിപ്രകാരമാണ് ഒരു തടവുകാരൻ രക്ഷപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൻ്റെ പ്രതികാരമായി 10 തടവുകാരെ തെരഞ്ഞെടുത്ത് വിശപ്പിലൂടെ കൊല്ലുവാൻ നാസി പട്ടാളം തീരുമാനിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ് ജവോനിഷ്കെ. അദ്ദേഹം വിവാഹിതനായിരുന്നു. അദ്ദേഹത്തിന് കുടുംബമുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയെയും മക്കളെയും ഓർത്ത് നിലവിളിച്ചു കരഞ്ഞു. അപ്പോൾ സംഭവിച്ചതാണ് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സ്നേഹത്തിൻ്റെ സാക്ഷികളിൽ ഒന്നായി മാറിയത്. മാക്സിമിലിയൻ കോൾബെ മുന്നോട്ട് വന്നു. എന്നിട്ട് നാസി പട്ടാളത്തോട് അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യൻ്റെ പകരം തന്നെ പോകാൻ അനുവദിക്കുക. എന്തുകൊണ്ട് എന്ന് പട്ടാളം ചോദിച്ചപ്പോൾ കാരണം കോൾബെ പറഞ്ഞു, ഞാനൊരു കത്തോലിക്ക വൈദികനാണ്. എനിക്കാണെങ്കിൽ ഭാര്യയും മക്കളുമില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന നാസി പട്ടാളത്താൽ അംഗീകരിക്കപ്പെട്ടു. കോൾബെ ആ മനുഷ്യൻ്റെ സ്ഥാനത്ത് മരണത്തിലേക്ക് നടന്നെടുത്തു. കോൾബെയും മറ്റ് 9 തടവുകാരും വിശപ്പു മരണത്തിനായി ഒരു അടച്ച മുറിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. സാധാരണയായി ഇത്തരം മുറികളിൽ നിന്ന് നിലവിളികളായിരുന്നു കേൾക്കാറ്. പക്ഷേ കോൾബെയുടെ സാന്നിധ്യം അവിടെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു. അതുകൂടാതെ മറ്റുള്ളവരെ പ്രാർത്ഥനയിലേക്ക് നയിച്ചു. മറിയത്തോടും യേശുവിനോടും അവർ പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ അങ്ങനെ പലതും കടന്നുപോയി. ഓരോരാളായി തടവുകാർ മരിച്ചു തുടങ്ങി. കോൾബെ അവസാനത്തോളം ജീവനോടെ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ 1941 ഓഗസ്റ്റ് 14 ലിത്തൽ ഇൻജെക്ഷൻ വഴി അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. അടുത്ത ദിവസം 1941 ഓഗസ്റ്റ് 15 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം അവർ ദഹിപ്പിച്ചു. കോൾബെ ആരുടെ ജീവനാണ് രക്ഷിച്ചത്? ഫ്രാൻസിസസ് ഗജോനിഷ്ക്. അദ്ദേഹം ഓഷ്വിറ്റ്സിൽ നിന്ന് ജീവിച്ചിറങ്ങി. പിന്നീട് കോൾബെയുടെ സാക്ഷ്യം ലോകത്തോട് പറയാൻ അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവനുമായി ശ്രമിച്ചു. ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ജീവന് വേണ്ടി തൻ്റെ ജീവൻ നൽകി. ഇത് വെറും ഒരു ധീരകൃത്യം മാത്രമായിരുന്നില്ല. ഇത് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളുടെ ഒരു ജീവിക്കുന്ന സാക്ഷ്യമായിരുന്നു. സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം മറ്റൊന്നുമില്ല എന്ന് യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 1982 ഒക്ടോബർ 10 പോപ്പ് ജോൺ പോൾ II മാക്സിമിലിയൻ കോൾബെയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ആ ചടങ്ങിൽ ഫ്രാൻസിസ് ഗജോനിഷ്കെ സന്നിഹിതനായിരുന്നു. തൻ്റെ ജീവൻ രക്ഷിച്ച പുരോഹിതൻ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നത് അദ്ദേഹം സ്വന്തം കണ്ണുകളാൽ കണ്ടു. അത് സഭയുടെ ചരിത്രത്തിലെ വളരെ ശക്തമായ ഒരു നിമിഷമായിരുന്നു. കോൾബെ പിന്നീട് രക്തസാക്ഷിയായ വിശുദ്ധൻ എന്ന നിലയിൽ ലോകമെമ്പാടും ആദരിക്കപ്പെട്ടു. ഇന്നത്തെ ലോകത്തിന് എന്താണ് കോൾബെ കൊടുക്കുന്ന സന്ദേശം? വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയുടെ ജീവിതം അല്ലെങ്കിൽ നമ്മോട് എന്താണ് ആവശ്യപ്പെടുന്നത്? ഒന്നാമതായി, സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുങ്ങരുത്. യഥാർത്ഥ സ്നേഹം ത്യാഗത്തിലേക്ക്, സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിക്കും. രണ്ടാമതായി, വിശ്വാസം സുഖസമയത്തിനു വേണ്ടി മാത്രമുള്ളതല്ല. ഓഷ്വിറ്റ്സിലെ ഇരുട്ടിലും കോൾബെ തൻ്റെ വിശ്വാസം ഉപേക്ഷിച്ചില്ല. മൂന്നാമതായി, നമുക്ക് ലഭിച്ച കഴിവുകൾ
സുവിശേഷത്തിനായി ഉപയോഗിക്കാം. കോൾബെ എഴുത്തും പ്രസിദ്ധീകരണവും മാധ്യമങ്ങളും സുവിശേഷ വേലയ്ക്കായിട്ട് ഉപയോഗിച്ചു. നാലാമതായി, മറ്റുള്ളവരുടെ വേദന കാണാതെ നമ്മൾ കടന്നു പോകരുത്. അവൻ തടവുകാരുടെ ഇടയിൽ തന്നെ ക്രിസ്തുവിനെ കണ്ടെത്തി. അഞ്ചാമതായി, മറിയത്തിലൂടെ ക്രിസ്തുവിലേക്കുള്ള യാത്ര. കോൾബയുടെ ജീവിതത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതം മറിയത്തിന് സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്കുള്ള വഴി തേടി. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് ഓഷ്വിറ്റ്സിലല്ല ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ മുന്നിലെ അത്ര വലിയ ത്യാഗങ്ങൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഓരോ ദിവസവും ചെറിയ ചെറിയ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു ക്ഷമ, ഒരു സഹായം, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക്, ഒരു രോഗിയുടെ അടുത്തിരിക്കുക, ആശുപത്രിയിൽ ഒരു രോഗിയെ സന്ദർശിക്കുക, ഒരു ഏകാന്തമായ മനുഷ്യനെ സന്ദർശിച്ച് അവനോട് സംസാരിക്കുക, നമ്മുടെ സമയം മറ്റൊരാൾക്കായി മാറ്റിവെക്കുക, നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുക. ഇവയൊക്കെ സ്നേഹത്തിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങളാണ്. കോൾബയുടെ ജീവിതം നമ്മോട് പറയുന്നത് മറ്റൊരാളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹമായി നീയും ഞാനും മാറണമെന്നാണ്. ഒരു ബാലൻ മറിയത്തിൻ്റെ സ്നേഹത്തിൽ വളർന്നു. ഒരു യുവാവായപ്പോൾ അവൻ ഫ്രാൻസിസ്കൻ ജീവിതം തിരഞ്ഞെടുത്തു. പിന്നീട് ഒരു പുരോഹിതനായി ലോകമെമ്പാടും സുവിശേഷം എത്തിക്കാൻ മാധ്യമങ്ങളെ ഉപയോഗിച്ചു. ഒരു മിഷണറി പോളണ്ടിൽ നിന്ന് ജപ്പാനിലേക്കും സുവിശേഷം അവൻ കൊണ്ടുപോയി ദൈവമക്കളിലേക്ക് എത്തിച്ചു. പിന്നീട് ഒരു തടവുകാരൻ്റെ വേഷം. അവൻ ഓഷ്വിറ്റ്സിൽ മറ്റുള്ളവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും അവൻ ജീവിച്ചു. അവസാനം മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ നൽകി. ഇതാണ് വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബെ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ നിമിഷം നമ്മോട് ചോദിക്കുന്നു, നിനക്കായി മാത്രം നീ ജീവിക്കുമോ, അതോ മറ്റുള്ളവർക്കായി നിന്റെ ജീവിതം നീ സമ്മാനിക്കുമോ, നിന്റെ ക്രിസ്തുദേവനെ പോലെ? ക്രിസ്തു പറഞ്ഞു, സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം മറ്റൊന്നുമില്ല. ആ വാക്കുകൾ കോൾബെ തൻ്റെ ജീവിതം കൊണ്ട് എഴുതി. ഈ നിമിഷം നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ, ഭയത്തിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. കഷ്ടപ്പാടുകളിൽ ഞങ്ങൾക്ക് വിശ്വാസം നൽകണമേ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വാർത്ഥത ഉപേക്ഷിച്ച് മറ്റുള്ളവർക്കായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മാക്സിമിലിയൻ മരിയ കോൾബെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.